വഹിച്ചവനേ. സാന്നിധ്യം ഓരോ ജീവിത നിമിഷങ്ങളെല്ലാം ഓർത്തിടുന്നു തവ സാന്നിധ്യം. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ. മനോവ്യഥകൾ നീ എന്നും കണ്ടു, മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. മനോവ്യഥകൾ നീ എന്നും കണ്ടു, മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. ഇരുളേറും പാതയിലെല്ലാം ഇതുവരെയും താങ്ങിയല്ലോ. ഇരുളേറും പാതയിലെല്ലാം ഇതുവരെയും താങ്ങിയല്ലോ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ശമൂവേലിൻ്റെ രണ്ടാമത്തെ പുസ്തകം 12-ാം അധ്യായത്തിലൊരു വാക്യം വായിക്കാം. 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നമുക്ക് വായിക്കാം. നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആ മനുഷ്യൻ നീ തന്നെ. ഇന്ന് ഇതുപോലെ ചെറിയൊരു വാക്യം ചിന്തിക്കുകയാണ്. ആ മനുഷ്യൻ നീ തന്നെ. അന്ധകാരത്തിന് അടിമപ്പെട്ട ആ മനുഷ്യൻ നീ തന്നെ. വ്യഭിചാരം ചെയ്ത ആ മനുഷ്യൻ നീ തന്നെ. കൊലപാതകം ചെയ്ത ആ മനുഷ്യൻ നീ തന്നെ. സാധുവിനെ കൊലപ്പെടുത്തിയ ആ മനുഷ്യൻ നീ തന്നെ. പാവം സ്ത്രീയെ വഞ്ചിച്ച് കബളിപ്പിച്ച് അവളെ ഗർഭിണിയാക്കിയ ആ ദുഷ്ടമനുഷ്യൻ നീ തന്നെ. ആ മനുഷ്യൻ നീ തന്നെ. വ്യക്തമായി പ്രവാചകൻ നാവിൽ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശബ്ദിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല, അത് സംഭവിച്ചു പോയി. ഊരിയാവിൻ്റെ ഭാര്യ ദാവീദിൻ്റെ പ്രജയെ ഗർഭം ധരിച്ചുകൊണ്ട് അവൾ ആ വിവരം ദാവീദിനെ ധരിപ്പിച്ചു. ദാവീദ് ബുദ്ധി കൊണ്ട് ആലോചിച്ചു, എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം. വ്യഭിചാരക്കുറ്റം ആരോപിക്കുമല്ലോ. ദാവീദിന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ചിന്തിച്ചു. ബുദ്ധി പ്രവർത്തിച്ചു. അങ്ങനെയാണ് ഊരിയാവിനെ കൊട്ടാരത്തിലേക്ക് വരുത്തിയത്. ഊരിയാവിനെ മദ്യം കുടിപ്പിച്ചു, നല്ല സുഖഭക്ഷണം കൊടുത്തു, ഭാര്യ അടുക്കലേക്ക് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു വിട്ടു. ഊരിയാവ് പോയില്ല. മറ്റൊന്നുകൊണ്ടുമല്ല, സൈന്യം യുദ്ധരംഗത്താണ്. ആ പാവപ്പെട്ട പടയാളി യുദ്ധരംഗത്ത് നിൽക്കുമ്പോൾ ഞാനെങ്ങനെ വീട്ടിൽ പോയി സുഖമായി കിടന്നുറങ്ങും? ഊരിയാവ് പോയില്ല. പിറ്റേ ദിവസം
അതറിഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞു, അല്ല, നീ പൊയ്ക്കോ, ഒരു ദിവസത്തേക്ക് ലീവ് എടുത്തോ, കുഴപ്പമില്ല, നീ വീട്ടിൽ പോയിക്കോ, നിൻ്റെ ഭാര്യയോടെ നീ കഴിയൂ, ഈ ഒരു ദിവസം അവിടെ ഭാര്യയോടെ കഴിയൂ, എത്രയോ നാളായി നീ പട്ടാളത്തിലേക്ക് പോയിട്ട്, അതുകൊണ്ട് ഇപ്പോൾ ഭാര്യ അടുക്കലേക്ക് ചെല്ലൂ, നീ അവിടെ പോയി താമസിക്കൂ പറഞ്ഞു വിടാൻ നോക്കി. ആ ഗർഭത്തിൻ്റെ ഉത്തരവാദിത്വം ഊരിയാവിൻ്റെ മേലാക്കുവാൻ ദാവീദ് തന്ത്രങ്ങൾ മെനയുകയായിരുന്നു. തന്ത്രങ്ങൾ മെനയുന്ന മനുഷ്യൻ എല്ലാറ്റിൻ്റെ പിന്നിൽ പിശാചാണ്, സാത്താനാണ്. തന്ത്രങ്ങൾ മെനയുകയാണ്, ഓരോ വിധത്തിൽ സൂത്രങ്ങൾ ഉണ്ടാക്കി കൊരുത്തെടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. സംഭവിച്ചതെന്താണ്? ഊരിയാവൊന്നും പോയില്ല. ഇനി എന്താ ചെയ്യുക? ഊരിയാവിനെ കൊല്ലുക തന്നെ. ഊരിയാവിൻ്റെ കയ്യിൽ എഴുത്ത് കൊടുത്തയച്ച് സൈന്യനായകനായ യോവാബിൻ്റെ അടുക്കലേക്ക് ഒരു എഴുത്ത് കൊടുത്തയച്ചു. ഊരിയാവിനെ പടമുറുകുന്നിടത്ത്, യുദ്ധം മുറുകുന്നിടത്ത് ശത്രുവിൻ്റെ വെട്ടേറ്റ് ചാകത്തക്കവണ്ണം മുൻപന്തിയിൽ നിർത്തുക എന്ന് സൈന്യാധിപന് കൽപ്പന കൊടുത്തയച്ചു. കഷ്ടം. അങ്ങനെ തന്നെ യോവാബ് ചെയ്തു, സൈന്യനായകൻ ചെയ്തു. യുദ്ധം മുറുകി വന്നപ്പോൾ പടക്കളത്തിൽ ഏറ്റവും മുൻപന്തിയിൽ ഊരിയാവിനെ നിർത്തി. ശത്രുവിൻ്റെ വെട്ട് വരുമ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ പിന്മാറി. കൊല്ലാൻ തന്നെ കൊല്ലിച്ചു. ദാവീദ് വാളെടുത്തില്ല, ദാവീദ് വാളെടുത്ത് വെട്ടിയില്ല, ഊരിയാവിനെ കൊല്ലിച്ചു. ഭർത്താവ് മരിച്ചുപോയ സ്ത്രീയെ ഭാര്യയാക്കി എടുക്കുന്നതിൽ തെറ്റില്ലല്ലോ. അതുകൊണ്ട് ബത്ശേബയെ ഭാര്യയായിട്ടെടുത്തു. ഭാര്യ ഗർഭിണിയായതിൽ കുഴപ്പമില്ലല്ലോ. ബത്ശേബ ഗർഭിണിയായി കൊട്ടാരത്തിൽ വാണു. പ്രിയപ്പെട്ടവരെ, ഒരു വർഷത്തിലേറെ ദാവീദിന് ഒരു കുറ്റബോധവുമില്ലാതെ കഴിഞ്ഞു. ഒരു കുറ്റബോധവുമില്ല. ഇതാണ് അന്ധകാരം. ഒരു കുറ്റബോധവുമില്ല. ചെയ്ത തെറ്റിനെക്കുറിച്ച് അല്പം പോലും പശ്ചാത്താപമില്ല. വന്നുപോയ തെറ്റ് ഗുരുതരമാണെന്നൊരു ഓർമ്മ വരുന്നില്ല. ഏതാണ്ട് അവിടെ ഇരുൾ വ്യാപിച്ചു, ബോധമനസ്സ് ഇരുൾ വ്യാപിച്ചു. പാപം ചെയ്യാനുള്ള പ്രേരണ വരുമ്പോൾ ഇരുൾ വ്യാപിക്കുകയാണ്. തെറ്റിലേക്ക് പിശാച് വശീകരിച്ചു കൊണ്ടുപോകുമ്പോൾ ഇരുൾ വ്യാപിക്കുകയാണ്, അന്ധകാരം വ്യാപിക്കുകയാണ്. സ്നേഹിതരെ, നിങ്ങൾ അറിയുന്നുണ്ടോ? വഴക്കുണ്ടാകാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ചിന്തിച്ചുകൊള്ളൂ, ഇരുൾ വ്യാപിക്കാൻ തുടങ്ങുകയാണ്. വാശി വരുമ്പോൾ ചിന്തിച്ചുകൊള്ളൂ, ഇരുൾ വ്യാപിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ കടുംപിടുത്തം വരുമ്പോൾ ചിന്തിച്ചുകൊള്ളൂ, ഇരുൾ വ്യാപിക്കാൻ തുടങ്ങുകയാണ്. കോപം വരാൻ തുടങ്ങുമ്പോൾ ചിന്തിച്ചുകൊള്ളൂ, ഇരുൾ അന്ധകാരശക്തി വരുന്നു. ദൈവത്തിന് സ്തോത്രം. ചീത്ത ചിന്തകൾ വരുമ്പോൾ അതിനെ താലോലിക്കരുത്, വേഗം ഓർത്തുകൊള്ളൂ, അന്ധകാരശക്തിയാണ്. എൻ്റെ കർത്താവേ രക്ഷിക്കണമേ. അശുദ്ധ വികാരങ്ങൾ വരുമ്പോൾ ഓർത്തുകൊള്ളൂ, കർത്താവേ രക്ഷിക്കണമേ. അപ്പോൾ ഉടനെ പ്രാർത്ഥിച്ചു കൊള്ളണം. കണ്ണ് അരുതാത്തതിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ ഓർത്തുകൊള്ളൂ, ഇല്ല, ഞാൻ നോക്കുകയില്ല. ഈ കണ്ണ് ദൈവത്തോട് ഉടമ്പടി ചെയ്ത കണ്ണാണ്. അശുദ്ധി കാണാൻ ഈ കണ്ണ് കിട്ടുകയില്ല. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്ത് പറയുന്നു? നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നിങ്ങളുടെ നിഷ്ഠ? നിങ്ങളുടെ തീരുമാനം എന്താണ്? ദാവീദ് അങ്ങ് തീരുമാനിക്കാമായിരുന്നു, പക്ഷേ ദാവീദ് തീരുമാനങ്ങൾ ലംഘിച്ചു. ഒരു വർഷത്തിലേറെ ദാവീദ് പാവബോധമില്ലാത്തവനായി ജീവിച്ചു. കഷ്ടം. ഒരു വർഷത്തിലേറെ. ഇത്രയും കാലം ദൈവം നോക്കി ദാവീദ് അനുഭവിക്കുമോ എന്ന്. ദൈവം വിളിച്ചവനല്ലേ, ദൈവം തിരഞ്ഞെടുത്തവനല്ലേ, ദൈവം വളർത്തിക്കൊണ്ട് വരുന്നവനല്ലേ, ദൈവം അഭിഷേകം ചെയ്തവനല്ലേ. ദൈവത്തിന് പ്രതീക്ഷയുണ്ട്, ഇവൻ ദാവീദ് അനുഭവിച്ച് വരുമെന്ന്. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ സംഭവിച്ചില്ല. ദാവീദ് അനുഭവിച്ച് വന്നില്ല. ദാവീദിന് അനുതാപം കിട്ടിയില്ല, അനുതാപം ഉണ്ടായില്ല. ദാവീദ് ഹൃദയം കല്ലിച്ചിരിക്കുകയാണ്. അന്ധകാരം വന്ന് മൂടിയപ്പോൾ ഹൃദയം കല്ലിച്ചു പോയി. നിങ്ങൾക്ക് മനസ്സിലാക്കാം, നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അപ്പനോ അല്ല അമ്മയോ അല്ലെങ്കിൽ ഭർത്താവോ അല്ല ഭാര്യയോ നിങ്ങളുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങളുടെ ഹൃദയം കല്ലിച്ചു വരും. ഹൃദയം കല്ലിക്കും, ഹൃദയം കല്ലുപോലാകും. എന്നാൽ ചെയ്തി അടങ്ങൂ എന്നുള്ളൊരു വാശി പോലെയാകും. എന്നാൽ നേരെ മറിച്ച് അവിടെ ഒന്ന് വിനയപ്പെടാൻ പറ്റിയാലോ, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ആരെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ ഒന്ന് വിനയപ്പെടാൻ സാധിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും കുറ്റം ചൂണ്ടിക്കാണിച്ചാൽ വിനയപ്പെടാൻ സാധിക്കുന്നുവെങ്കിൽ അതൊരു നല്ല ലക്ഷണമാണ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദാവീദിന് കുറ്റബോധം വന്നില്ല. ദാവീദ് അനുതാപമില്ലാതെ ഒരു വർഷത്തിലേറെ കഴിഞ്ഞു. ദൈവനാഥൻ പ്രവാചകനെ അങ്ങോട്ട് അയച്ചു. പ്രവാചകൻ വന്ന് ദാവീദിൻ്റെ അടുക്കലിരുന്നു. പ്രവാചകൻ പറഞ്ഞു, ഒരു വിശേഷ കാര്യം പറയാൻ വന്നതാണ്. നമ്മുടെ നാട്ടിലുണ്ടായൊരു സംഭവമാണ്. പ്രവാചകൻ അല്പം ധ്വനിപ്പിക്കുന്ന ഭാഷയിലാണ് പറഞ്ഞത്, വ്യംഗ്യ ഭാഷയിലാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നേരെ പറയുകയല്ല, പ്രതീകാത്മകമായിട്ടാണ് പറഞ്ഞത്. നമ്മുടെ ഈ നാട്ടിൽ ഒരു ധനവാനുണ്ട്. ധനികനാണ്, ധാരാളം ആടുപാടുകളുണ്ട്. അവൻ്റെ വീട്ടിലൊരു അടുത്ത് തന്നെ തൊട്ടടുത്ത് ഒരു ദരിദ്രനുണ്ട്. ആ ദരിദ്രനൊരു കുഞ്ഞാട് മാത്രമേ ഉള്ളൂ, പെൺകുഞ്ഞാട്. ആ ദരിദ്രൻ അതിന് ആഹാരം കൊടുക്കുക മാത്രമല്ല, അതിനെ കൂടെ കടത്തുകയും ചെയ്യും. അത്ര ഇഷ്ടമാണ് ആ കുഞ്ഞാടിനെ, വാത്സല്യച്ച് വളർത്തുകയാണ്. ഈ ധനവാൻ്റെ വീട്ടിൽ ഒരു വിരുന്നുകാരൻ വന്നു. വിരുന്നുകാരൻ വന്നപ്പോൾ സ്വന്തം തൊഴുത്തിൽ നിന്ന് ഒരാടിനെയും പിടിക്കാതെ ആ പാവപ്പെട്ട ദരിദ്രൻ്റെ കുഞ്ഞാടിനെ കൊണ്ടുവന്ന്
കൊന്നു. അതിനെ അറുത്ത് പാകം ചെയ്ത് വിരുന്നുകാരനെ സൽക്കരിച്ചു. ഇത്രയും പറഞ്ഞപ്പോഴേക്കും ദാവീദ് ചാടി എഴുന്നേറ്റു, സിംഹാസനത്തിൽ ചാടി എഴുന്നേറ്റു. എന്ത്, ഈ ദാവീദ് ഭരിക്കുന്ന നാട്ടിലോ, ഈ എന്നെപ്പോലുള്ള ഒരു നീതിമാനായ രാജാവ് ഭരിക്കുന്ന നാട്ടിലോ ഇങ്ങനെ അനീതി നടക്കുന്നത്? എന്ത്, ഈ നീതിമാനായ എൻ്റെ നാട്ടിലോ ഇത്? ആ മനുഷ്യൻ മരണയോഗ്യനാണ്. ആ ധനവാൻ ആരുമാകട്ടെ, അവൻ മരണയോഗ്യനാണ്. ജീവിച്ചിരിക്കാൻ അവൻ അർഹതയില്ല. ദാവീദ് അമർഷത്തോടെ ഗൗരവമായി ദാവീദ് പറഞ്ഞു, അവൻ മരണയോഗ്യൻ. സാൻമാർഗികമായ ഏറ്റവും ഉന്നതമായ നിലവാരത്തിൽ നിൽക്കുന്ന മനുഷ്യനെ പോലെയാണ് ദാവീദ് പറയുന്നത്, ആ മനുഷ്യൻ മരണയോഗ്യൻ. അപ്പോൾ നാഥാൻ പ്രവാചകൻ എഴുന്നേറ്റു. നാഥാൻ പ്രവാചകൻ ദാവീദിന് നേരെ വിരൽ ചൂണ്ടി, ആ മനുഷ്യൻ നീ തന്നെ, നീയാണ് ആ മനുഷ്യൻ, ആ മനുഷ്യൻ നീ തന്നെ. വായിക്കാം, വാക്യം പിന്നീട് വായിക്കാം. ആ മനുഷ്യൻ നീ തന്നെ. നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, പ്രകാരം നിന്നോട് പറയുന്നു, ഞാൻ നിന്നെ ഇസ്രായേൽ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. നിന്നെ ഞാൻ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തതല്ലേ? നിന്നെ ശൗലിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. നിന്നെ ശൗൽ രാജാവിന്റെ കയ്യിൽ ഞാൻ വിടുവിച്ചതല്ലേ? ഞാൻ നിനക്ക് നിന്റെ യജമാനന്റെ ഗൃഹത്തെയും നിന്റെ മാർവിടത്തിലേക്ക് നിന്റെ യജമാന്റെ ഭാര്യമാരെയും തന്നു. നിനക്ക് അനേകം അനുഗ്രഹങ്ങൾ ഞാൻ നിനക്ക് തന്നില്ലേ? ഇസ്രായേൽ ഗൃഹത്തെയും യഹൂദ ഗൃഹത്തെയും നിനക്ക് തന്നു. ഈ രാജ്യം മുഴുവനും, ഇസ്രായേൽ രാജ്യവും യഹൂദ രാജ്യവും മുഴുവൻ ഭരിക്കാനുള്ള അവകാശം ഞാൻ തന്നില്ലേ? പോരായെങ്കിൽ ഇന്നതും കൂടെ ഞാൻ നിനക്ക് തരുമായിരുന്നു. നിനക്ക് അനേകം അനുഗ്രഹങ്ങൾ ഞാൻ തരുമായിരുന്നല്ലോ. നീ യഹോവയുടെ കൽപ്പന നിരസിച്ച്, നീ ദൈവത്തിന്റെ കൽപ്പന നിരസിച്ചത് എന്ത്? അവന് അനിഷ്ടമായുള്ളത് ചെയ്തതെന്തിന്? ദൈവത്തിന് അനിഷ്ടമായുള്ളത് നീ ചെയ്തത് എന്തിന്? ഹിത്യനായ ഊരിയാവെ വാൾ കൊണ്ട് വെട്ടി. ഹിത്യനായ ഊരിയാവെ നീ വാൾ കൊണ്ട് വെട്ടി. അവന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ടെടുത്തു. അവന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ടെടുത്തു. അവനെ അമ്മോന്യരുടെ വാൾ കൊണ്ട് കൊല്ലിച്ചു. അവനെ അമ്മോന്യരുടെ വാൾ കൊണ്ട് നീ കൊല്ലിച്ചു. നീ എന്നെ നിരസിച്ചു. നീ എന്നെ നിരസിച്ച് ഹിത്യനായ ഊരിയാവിന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ടെടുത്തതുകൊണ്ട്, നീ എന്നെ നിരസിച്ച് നീ വ്യഭിചാരം ചെയ്തതുകൊണ്ട് വാൾ നിന്റെ ഗൃഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല. ആ ഊരിയാവിനെ കൊന്നതുകൊണ്ടും നീ വ്യഭിചാരം ചെയ്തുകൊണ്ടും വാൾ നിന്റെ ഗൃഹത്തെ ഒരിക്കലും വിട്ടു മാറുകയില്ല. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, പ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ സ്വന്തം ഗൃഹത്തിൽ നിന്ന് തന്നെ ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. സ്വന്തം ഗൃഹത്തിൽ ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. നീ കാണുകയും ഞാൻ നിന്റെ ഭാര്യമാരെ എടുത്ത് നിന്റെ കൂട്ടുകാരന് കൊടുക്കും. നീ കാണുകയെ നിന്റെ ഭവനത്തിൽ തന്നെ, നിന്റെ കൊട്ടാരത്തിൽ തന്നെ വ്യഭിചാരം നടക്കും. അവൻ ഈ സൂര്യന്റെ വെട്ടത്ത് തന്നെ നിന്റെ ഭാര്യമാരോട് കൂടെ ശയിക്കും. നിന്റെ കുടുംബത്തിൽ, നിന്റെ കൊട്ടാരത്തിൽ തന്നെ വ്യഭിചാരം നടക്കും. നീ അത് രഹസ്യത്തിൽ ചെയ്തു. നീ രഹസ്യമായിട്ടാണ് വ്യഭിചാരം ചെയ്തത്. ഞാനോ ഈ കാര്യം ഇസ്രായേൽ ഒക്കെയും കാണുക സൂര്യന്റെ വെട്ടത്ത് തന്നെ നടത്തും. പകൽ സമയത്ത് തന്നെ വ്യഭിചാരം നടക്കും. നിന്റെ നാട്ടിൽ, നിന്റെ വീട്ടിൽ നടക്കും. ദാവീദ് നാഥാനോട്. ദൈവത്തിന് സ്തോത്രം. വ്യക്തമായി ദൈവം ദാവീദിനോട് നാഥാൻ പ്രവചനാവിൽ കൂടി സംസാരിക്കുകയാണ്. ഇരുളടഞ്ഞ ഹൃദയത്തിലേക്ക് വെളിച്ചം വീശാൻ തുടങ്ങുകയാണ്. ഇരുളടഞ്ഞ ഹൃദയത്തിലേക്ക്. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളുടെ ആരുടെല്ലാം ഹൃദയമാണ് ഇരുളടഞ്ഞിരിക്കുന്നത്? ആരുടെല്ലാം ഹൃദയമാണ് ഇരുൾ പൂണ്ടിരിക്കുന്നത്? നിങ്ങളിന്ന് കല്ലിച്ച ഹൃദയത്തോടെ അല്ലവണ ഇരിക്കുന്നത്. പാപം ചെയ്തിട്ട് ഒരല്പം പോലും കൂസില്ലാതെ നടക്കുന്നത് ആരാണ്? അനീതി ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യയെ മറന്ന് അന്യസ്ത്രീയുടെ കൂടെ പോയത് ആരാണ്? പ്രിയപ്പെട്ട ഭർത്താവിനെ വിട്ട് അന്യപുരുഷൻ്റെ കൂടെ ജീവിച്ചത് ആരാണ്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ. ഞാൻ തുറന്നു പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾ ഓർത്തു നോക്കൂ. നിങ്ങൾ മറ്റുള്ളവരുടെ പൈസ അപഹരിച്ചില്ലേ? അനീതിക്ക് നീ കൂട്ടുനിന്നില്ലേ? അഴിമതിക്ക് നീ കൂട്ടുനിന്നില്ലേ? കൈക്കൂലി നീ വാങ്ങിച്ചില്ലേ? നിനക്ക് അർഹതയില്ലാത്ത ധനം നിൻ്റെ കൈവശം വന്നുപോയില്ലേ? ഓർത്തു നോക്കൂ, ചിന്തിച്ചു നോക്കൂ. അനർത്ഥം നിൻ്റെ പിന്നാലെ വരുന്നു. ശിക്ഷ നീ ഏൽക്കേണ്ടി വരും. നീ ഇത് ചെയ്തതുകൊണ്ട് നിനക്ക് ശിക്ഷ വരാൻ പോകുന്നതാണ് ദാവീദിനോട് ദൈവം പറഞ്ഞത്. 13-ാം അധ്യായം വായിക്കുമ്പോൾ തൊട്ടടുത്ത അധ്യായത്തിൽ കാണാം, ദാവീദിൻ്റെ കൊട്ടാരത്തിൽ ഒരു മകൻ ദാവീദിൻ്റെ മകളെ വ്യഭിചാരം ചെയ്തു. നടന്നു, സംഭവിച്ചു. അടുത്ത അധ്യായത്തിൽ കാണാം, ദാവീദിൻ്റെ ഒരു മകൻ മറ്റൊരു മകനെ അടിച്ചു കൊന്നു. കൊലപാതകം. ഊരിയാവിനെ കൊന്നു. ബത്ശേബയെ ഭാര്യയായിട്ടെടുത്തു. നേരെ തിരിച്ചു വരികയാണ്. വ്യഭിചാരം അവിടെ തന്നെ നടന്നു. മാത്രമല്ല, കൊലപാതകം അവിടെ തന്നെ നടന്നു, ആ കൊട്ടാരത്തിൽ തന്നെ. ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നു. ദൈവം പറഞ്ഞു, ഇതെല്ലാം സംഭവിക്കുമെന്ന് പറഞ്ഞു. ദാവീദ് ഭയന്നുപോയി. ദാവീദ് കൊട്ടാരത്തിൽ സിംഹാസനത്തിൽ താഴെ ഇറങ്ങി. താഴെ ഇരുന്നു. മുട്ടുമേരുന്നുകൊണ്ട് കരയാൻ തുടങ്ങി. ഇരുള് മാറാൻ തുടങ്ങി. വെളിച്ചം വരാൻ തുടങ്ങി. പ്രകാശം വരാൻ തുടങ്ങി. അനുതാപം വരാൻ തുടങ്ങി. അനുതാപത്തോടെ ദാവീദ് കരയുകയാണ്. എൻ്റെ കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ, പാപം ചെയ്തു പോയി. 1 വർഷത്തിലേറെ പാപബോധം ഇല്ലാതിരുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിൽ പാപബോധം ഉണ്ടായി. 1 വർഷത്തിലേറെ എനിക്ക് തെറ്റില്ല, സാരമില്ല എന്ന് വിചാരിച്ചിരുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിൽ പാപബോധം ഉണ്ടായി. സ്വന്തം തെറ്റിന് ന്യായീകരണം കണ്ടുകൊണ്ടിരുന്ന മനുഷ്യന് ഇപ്പോൾ ന്യായീകരണമില്ല. എൻ്റെ കൈകൊണ്ട് വാളെടുത്തില്ലല്ലോ, ഞാൻ കൊന്നില്ലല്ലോ, എൻ്റെ ഭൃത്യനായ ഊരിയാവ് അവനെ ഞാൻ കൊന്നില്ലല്ലോ,
അത് ശത്രുവിൻ്റെ കേട്ടേറ്റ് തീർന്ന യുദ്ധരംഗത്ത് മരണം സ്വാഭാവികമാണല്ലോ എന്ന് ന്യായം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദാവീദ് പറഞ്ഞിട്ടാണ് യൂരിയാവ് മരിക്കത്തക്കവണ്ണം നിൽക്കേണ്ടി വന്നതെന്ന് ദാവീദ് ചിന്തിക്കുന്നില്ല, ന്യായീകരണം കാണുകയാണ്. ഞാൻ ഊരിയാവ് മരിച്ചപ്പോൾ അവൻ്റെ ഭാര്യയെ ഞാൻ ഭാര്യയായിട്ട് എടുത്തു, അത് തെറ്റില്ലല്ലോ. ഭർത്താവ് മരിച്ചുപോയ സ്ത്രീ വിവാഹം കഴിക്കുന്ന തെറ്റില്ലല്ലോ. ദാവീദ് ന്യായം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹൃദയം കല്ലിച്ചു പോയി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് കല്ലിച്ച ഹൃദയത്തോടിരിക്കുന്നവരാരെല്ലാം ഉണ്ട്? പാപം ചെയ്തിട്ട് കൂസലില്ലാതെ ജീവിക്കുന്നവരാരെല്ലാം ഉണ്ട്? മോനെ, നിനക്ക് ശിക്ഷ വരാൻ പോകുന്നു. ന്യായാധിപതിൻ്റെ നേരെ വാളോങ്ങി നിൽക്കുന്നു. ന്യായാധിപതിൻ്റെ നേരെ നിൽക്കുന്നു. ന്യായാധിപതി വാളോങ്ങി നിൽക്കുന്നു. ന്യായവിധി നാളിലേക്ക് ഇതാ നീങ്ങാൻ പോകുന്നു. അത്യനർത്ഥങ്ങൾ നിൻ്റെ ഗ്രഹത്തിൽ വരാൻ പോകുന്നു. അത്യാഹിതങ്ങളും അത്യാപത്തുകളും നിൻ്റെ ഗ്രഹത്തിൽ വരാൻ പോകുന്നു. നാശം നിൻ്റെ വിടാതെ പിന്തുടരുന്നു. ഓർത്തുകൊള്ളൂ, ഇന്ന് നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നീ അനുദപിക്കൂ, ഇപ്പോൾ നീ മാനസാന്തരപ്പെടൂ. എൻ്റെ കർത്താവേ, തെറ്റുകൾ പറ്റിപ്പോയല്ലോ. ദാവീദ് അനുദപിച്ചു. ദൈവമേ, നിൻ്റെ കൃപയിൻ പ്രകാരനോട് കരുണ ചെയ്യണമേ. നിൻ്റെ അനുഗ്രഹത്തിൻ്റെ ബഹുത്വത്തിൻ പ്രകാരനോട് കൃപ ചെയ്യണമേ. നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തത്. നിൻ്റെ മുമ്പിൽ തിന്മയാൾ ഞാൻ ചെയ്തു പോയിരിക്കുന്നു. ഇതാ ഞാൻ അകത്തത്തിൽ ഉരുവായി ഈ പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. നിൻ്റെ സോപ്പാകൊണ്ട് എന്നെ കഴുകണമേ. ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. നിർമ്മല ജലം എൻ്റെ മേൽ തളിക്കണമേ. വെടിപ്പുള്ള ഹൃദയം എനിക്ക് തരണമേ. മഹത്വമുള്ള റൂഹ എന്നെ താങ്ങുമാറാകണമേ. എൻ്റെ കർത്താവേ, എൻ്റെ വായ് അടഞ്ഞു പോയല്ലോ. മുമ്പ് സ്തുതിച്ചുകൊണ്ടിരുന്ന അടഞ്ഞു പോയല്ലോ. ഇപ്പോൾ സ്തുതിയില്ലല്ലോ, പ്രാർത്ഥനയില്ലല്ലോ. നാഥ, എൻ്റെ നാവിനെ തുറക്കണമേ, എൻ്റെ അധരത്തെ തുറക്കണമേ. ഞാൻ ഒരാൾ മൂലം യെരൂശലേമിൻ്റെ മതിലെല്ലാം ഇടിഞ്ഞു പോയല്ലോ. എൻ്റെ പാപം മൂലം ഈ നാട് തകർന്നുകൊണ്ടിരിക്കുന്നല്ലോ, ഈ നാട് മുടിഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ. കർത്താവേ, യെരൂശലേമിൻ്റെ മതിലുകളെ പുതുക്കി പണിയണമേ. തകർന്നു നുറുങ്ങിയ ഹൃദയത്തോടെ ഞാൻ ഇതാ വരുന്നു. തകർന്നു നുറുങ്ങിയ ഹൃദയം ദൈവമേ നീ നിരസിക്കുന്നില്ലല്ലോ. ദാവീദ് കരയാൻ തുടങ്ങി. ദാവീദ് ഏങ്കടിക്കാൻ തുടങ്ങി. ദാവീദ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദാവീദ് അനുതാപം കൊണ്ട് വിവശതയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദാവീദ് പറഞ്ഞു, ഇനി ഞാൻ എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയില്ല. ഉറപ്പ്, എനിക്ക് ഉറക്കം വേണ്ട. ഇനി ഞാൻ എൻ്റെ കൂടാര വീട്ടിലേക്ക് കടക്കയില്ല, വീട്ടിനകത്തേക്ക് കിടപ്പുമുറിയിലേക്ക് പോകുന്നില്ല. ഉറപ്പ്. ദാവീദ് പറയുകയാണ്, ഞാൻ ഉപവാസം എടുക്കാൻ പോവുകയാണ്. ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ എനിക്ക് മോചനം കിട്ടുന്നവരെയും കരയാൻ പോവുകയാണ്. എനിക്ക് മോചനം കിട്ടാതെ ഇനി മുന്നോട്ടൊരു സ്റ്റെപ്പില്ല. എനിക്ക് പാപമോചനം കിട്ടാതെ മുന്നോട്ടൊരു അടി വയ്ക്കുന്നില്ല. പാപക്ഷമ കിട്ടാതെ ഇനി മുന്നോട്ടില്ല. ഞാൻ വ്യക്തമായ തീരുമാനം ദാവീദ് എടുത്തു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾക്ക് രക്ഷയുണ്ട്. ഇന്ന് നിങ്ങൾ അനുദപിച്ചാൽ, നിങ്ങൾക്ക് മോചനമുണ്ട്. ഇന്ന് നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ, നിങ്ങൾക്ക് രക്ഷയ്ക്കൊരു പോംവഴിയുണ്ട്. ദാവീദിനെപ്പോലെ നിങ്ങൾ അനുദപിച്ചാൽ, യഹോവേ, നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തത് എന്ന് പറഞ്ഞ് കരയണം. നിങ്ങൾ യാതൊരു ന്യായീകരണവുമില്ലാതെ കരയണം. വന്നുപോയ തെറ്റുകളെ ഓർത്ത് കരയണം. വരുന്ന ഭയാനകമായ ശിക്ഷാവിധികൾ നിൻ്റെ മേൽ വന്ന് വീഴുന്നതിന് മുൻപ് മകനെ നീ കരഞ്ഞുകൊള്ളൂ. നിത്യശിക്ഷാവിധിയാവുന്ന നരകത്തിൻ്റെ ഭീകരതയിലേക്ക് പോകുന്നതിന് മുൻപ് കുഞ്ഞെ നീ കരഞ്ഞുകൊള്ളൂ. ഇന്ന് നീ അനുതാപത്തോടെ ദൈവത്തോട് കരഞ്ഞ് അപേക്ഷിച്ചുകൊള്ളൂ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. 132 സങ്കീർത്തനം വായിക്കാം. 132 സങ്കീർത്തനം. യഹോവേ, ദാവീദിനെയും അവൻ്റെ സകല കഷ്ടതയെയും ഓർക്കണമേ. അവൻ യഹോവയോട് സത്യം ചെയ്ത് യാക്കോബിൻ്റെ വല്ലഭന് നേർന്നത് എന്തെന്നാൽ, ഞാൻ യഹോവയ്ക്കൊരു സ്ഥലം, ഒരു നേർച്ച നേർന്നു. എന്താണ് നേർച്ച? തീരുമാനം, നിശ്ചയം. ഞാൻ യഹോവയ്ക്ക് ഒരു സ്ഥലം, യാക്കോബിന്റെ വല്ലഭന് ഒരു നിവാസം കണ്ടെത്തും വരെ, എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനം കിട്ടുന്നതുവരെയും ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കടക്കയില്ല. ഞാൻ എൻ്റെ കൂടാര വീട്ടിലേക്ക് പ്രവേശിക്കുകയില്ല. എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയുമില്ല. ശയ്യമേൽ കയറി കിടക്കുകയുമില്ല. ഞാൻ എൻ്റെ കണ്ണിന് ഉറക്കവും, എൻ്റെ കണ്ണിന് ഞാൻ ഉറക്കം കൊടുക്കുകയില്ല. എൻ്റെ കൺപോളയ്ക്ക് മയക്കവും കൊടുക്കയില്ല. എൻ്റെ കൺപോളയ്ക്ക് മയക്കവും കൊടുക്കുകയില്ല. ഞാൻ ഉറങ്ങുന്നില്ല. ഞാൻ കൂടാര വീട്ടിലേക്ക് കടക്കുകയില്ല. ഞാൻ ഉറങ്ങുകയില്ല. എൻ്റെ കൺപോളയ്ക്ക് മയക്കം കൊടുക്കുകയില്ല. എൻ്റെ കണ്ണിന് ഉറക്കം കൊടുക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ദാവീദ് തീരുമാനിച്ചു. ദാവീദ് അനുദപിച്ചു. 6-ാം സങ്കീർത്തനം ദാവീദിന് അനുതാപമാണ്. 38-ാം സങ്കീർത്തനം ദാവീദിന് അനുതാപമാണ്. 51-ാം സങ്കീർത്തനം ദാവീദിന് അനുതാപമാണ്. 102-ാം സങ്കീർത്തനം ദാവീദിന് അനുതാപമാണ്. 130-ാം സങ്കീർത്തനം ദാവീദിന് അനുതാപമാണ്. 142-ാം സങ്കീർത്തനം ദാവീദിന് അനുതാപമാണ്. അനുതാപത്തിൻ്റെ മസ്മൂറാകൾ, അനുതാപത്തിൻ്റെ സങ്കീർത്തനങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഈ സങ്കീർത്തനങ്ങൾ ഒരുമിച്ചൊന്ന് വായിച്ചാൽ കാണാം. അനുതാപത്തോടെ കരയുന്നൊരു പാവപ്പെട്ട മനുഷ്യൻ. രാജാവാണ്, പക്ഷേ ദാവീദ് വിനയപ്പെട്ടു. രാജാവാണ്, അധികാരമുണ്ട്, പക്ഷേ ദാവീദ് വിനയപ്പെട്ടു. നാഥാൻ പ്രവാചകൻ്റെ നാവിൽ കൂടി വന്ന് ദൈവത്തിൻ്റെ വചനം മാനസാന്തരത്തിലേക്ക് നയിച്ചു. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്നതിൻ്റെ അരികത്ത് വന്ന് പരിശുദ്ധാത്മാ നിങ്ങളോട് വാദിക്കുകയാണ്. പരിശുദ്ധാത്മാ നിങ്ങൾ വാദിക്കുകയാണ്. മോളെ, നിനക്ക് പാപം വന്നില്ലേ? തെറ്റുകൾ സംഭവിച്ചു പോയില്ലേ? നീ നിൻ്റെ ഭർത്താവിന് കീഴ്പ്പെടാതെ പോയില്ലേ? ഭർത്താവിനെ അനുസരിക്കാതെ പോയില്ലേ? നീ അമ്മായിയും പോരുണ്ടാക്കിയില്ലേ? നിൻ്റെ പാവം മകൻ കെട്ടിയ പെണ്ണ് വീട്ടിൽ വന്നപ്പോൾ അവളെ ഉപദ്രവിച്ചില്ലേ? അവളെ വിഷമിപ്പിച്ചില്ലേ? അവളെ അതിവേദനപ്പെടുത്തിയില്ലേ? അവളുടെ ഹൃദയത്തിന് മുറിവേൽപ്പിച്ചില്ലേ? ഇല്ലേ? നിൻ്റെ അമ്മായിയമ്മയെ നീ വേദനിപ്പിച്ചില്ലേ? ആ സാധു സ്ത്രീയെ നീ കരയിപ്പിച്ചില്ലേ?
മകനെ, നീ ചിന്തിച്ചു നോക്കൂ. നീ അന്യായമായി സമ്പാദിച്ചില്ലേ? അനീതിയായി സമ്പാദിച്ചു വെച്ചില്ലേ? കള്ളക്കണക്ക് എഴുതി ഉണ്ടാക്കിയില്ലേ? നഷ്ടമല്ലേ നഷ്ടം? തീരാ നഷ്ടം നിനക്ക് വന്നിരിക്കുകയാണ്. വേഗം വേഗം ക്ലിയർ ചെയ്തുകൊള്ളൂ, വേഗം എല്ലാം ശരിയാക്കിക്കൊള്ളൂ. ഒട്ടും വൈകല്ലേ. ദൈവത്തിന് സ്തോത്രം. ഒട്ടും താമസിക്കല്ലേ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൽ, ഞാനന്ന് പ്രിൻസിപ്പലാണ്, ഒരു ചെറുപ്പക്കാരൻ വന്നു. അവൻ പറഞ്ഞു, സാറേ, ഞാൻ 3rd ഡിഗ്രി ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ ഏത് ഡിഗ്രിയാണെന്ന് ഞാൻ പറയുന്നില്ല, 3rd ഡിഗ്രി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. സാറേ, എനിക്കൊരു കാര്യം സാറിനോട് തുറന്നു പറയാനാണ് വന്നത്. ഞാനിവിടെ പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനിവിടുന്ന് കൻറ്റീനിൽ നിന്നൊരു ചുരുള് ഹോസ് എടുത്തുകൊണ്ട് പോയി. അത് ഇപ്പോഴും എൻ്റെ വീട്ടിലിരിപ്പുണ്ട്. അത് എനിക്ക് തിരികെ ഒന്ന് കൊണ്ട് തരണമെന്ന് തോന്നുന്നു. എന്ത് പറ്റി? എന്താ അങ്ങനെ തോന്നാൻ കാരണം? സാറേ, ഇന്നലെ ഞാൻ വചനം കേട്ടു. വചനം കേട്ടപ്പോൾ എൻ്റേതല്ലാത്തത് കയ്യിലിരുന്നാൽ ദോഷമാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക. ശനിയാഴ്ചയാണെങ്കിൽ ക്ലാസ് ഇല്ല, പക്ഷേ ഞങ്ങൾ ഓഫീസ് സ്റ്റാഫ് വരും. നീ ശനിയാഴ്ച വരിക. ശനിയാഴ്ച രാവിലെ ഒരു 8:30 വന്നേക്കൂ. അവൻ രാവിലെ വന്നു. അവൻ്റെ സ്കൂട്ടറിൻ്റെ പുറകിൽ ഹോസ് വെച്ച് കെട്ടിക്കൊണ്ട് വന്നു. അന്ന് ഓഫീസ് സ്റ്റാഫൊന്നും വന്നിട്ടില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനത് വാങ്ങിച്ച അവിടെ തന്നെ വെച്ചു. കുറച്ച് കഴിഞ്ഞു ഓഫീസ് സ്റ്റാഫ് എല്ലാം വന്നു. എല്ലാവരും വന്നപ്പോൾ എന്നോട് ചോദിച്ചു, സാറേ, ഇതെന്താ ഇവിടെ ഇരിക്കുന്നത്? ഈ ഹോസ് ഇവിടെ ഇരിക്കുന്നത് എന്താണ്? ഞാൻ പറഞ്ഞു, അതാണ് സുവിശേഷത്തിൻ്റെ ശക്തി. പറഞ്ഞു തരാം, എല്ലാവരും വരട്ടെ. എല്ലാവരും വന്നു. എല്ലാവരും അകത്തേക്ക് വിളിച്ചു. ഞാൻ പറഞ്ഞു, ഈ ഹോസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആർക്കത്ര ഓർമ്മയില്ല. ഒരാൾ പറഞ്ഞു, സാറേ, ഇത് നമ്മുടെ കൻറ്റീനിൽ നിന്നൊരിക്കൽ മോഷണം പോയതാണല്ലോ, ഇതെങ്ങനെ കിട്ടി? അത് അപ്പോഴും ഞാൻ പറഞ്ഞു, ഇതാണ് സുവിശേഷത്തിൻ്റെ ശക്തി. ആളെക്കുറിച്ചൊന്നും പറഞ്ഞില്ല, ആരാ കൊണ്ടുവന്ന് തന്നതെന്നും പറഞ്ഞില്ല. ഇതാണ് സുവിശേഷത്തിൻ്റെ ശക്തി. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന അനേകം ആളുകൾ ഇതുപോലെ പലതും തിരിച്ചു കൊടുത്തവരുണ്ട്. ഹോസ്റ്റലിൽ നിന്ന് ട്യൂബ് ലൈറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് തിരിച്ചു കൊണ്ടുപോയി കൊടുത്തവരുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ വില കൊടുത്തവരുണ്ട്. ട്യൂബ് ലൈറ്റിന് ആവശ്യം ഉണ്ടായിട്ടല്ല, ഒരു തമാശ പോലെ ഹോസ്റ്റലിൽ ട്യൂബ് ലൈറ്റ് എടുത്തുകൊണ്ട് വന്നു. അനേകം സാധനങ്ങൾ സ്വന്തപ്പെട്ട ബന്ധുവീടുകളിൽ നിന്ന് കൊണ്ടുവന്നവരുണ്ട്, തിരിച്ചു കൊടുത്തവരുണ്ട്. എത്രയെത്ര സംഭവങ്ങൾ. ഒരു വീട്ടിൽ വേല ചെയ്തുകൊണ്ടിരുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ, അവൾ ഒരു അരിവാൾ, ഏതാണ്ട് അങ്ങ് തുരുമ്പ് പിടിച്ച് ഇരാറായ അരിവാളാണ്, കൊണ്ടുപോയി ഉടമസ്ഥ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. ഞാൻ മുമ്പ് ഇവിടെ വേല ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി അരിവാളാണ്. ഇത്രയും വർഷങ്ങൾ എൻ്റെ കയ്യിലിരുന്നു. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വചനം കേട്ടപ്പോൾ തെറ്റാണല്ലോ എന്ന് തോന്നി കൊണ്ടുപോയി തരികയാണ് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അത്ഭുതങ്ങൾ നടക്കുകയുണ്ടായി. അത്ഭുതങ്ങൾ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് പലതും ചെയ്യാനുണ്ട്, അനുദപിക്കാനുണ്ട്. അനുതാപത്തോടെ കരഞ്ഞുകൊള്ളൂ. നമുക്കിങ്ങനെ ഒന്ന് കരഞ്ഞാലോ? പ്രായശ്ചിത്തം ചെയ്യാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. യാഗം കഴിക്കാമായിരുന്നു, പക്ഷേ എനിക്ക് കാളക്കിടാവ് ഇല്ലല്ലോ. ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടൊന്ന് യാഗം കഴിക്കാൻ എൻ്റെ കയ്യിലില്ലല്ലോ. ഒരു ചെറുപ്രാവിനെ, ഒരു കുറുപ്രാവിനെ കൊണ്ടൊന്ന് യാഗം കഴിക്കാൻ എൻ്റെ കയ്യിലില്ലല്ലോ. ഒരു പ്രാവ്യം കുഞ്ഞിനെപ്പോലും അല്ല, ഒരു ചെങ്ങാലിയെപ്പോലും കൊണ്ടുവരാൻ എൻ്റെ കയ്യിലില്ലല്ലോ. കർത്താവേ, എൻ്റെ കയ്യിൽ എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. അനുതാപത്തിൻ്റെ 2 തുള്ളി കണ്ണീര് മാത്രം. നയ്യീൻ പട്ടണത്തിലെ ശീമോൻ്റെ വീട്ടിൽ വന്ന് അനുതാപത്തിൻ്റെ 2 തുള്ളി കണ്ണീര് പൊഴിച്ച ആ സ്ത്രീയെപ്പോലെ, പാവിനിയായ സ്ത്രീയെപ്പോലെ 2 തുള്ളി കണ്ണീരുമായി ഞാനിതാ വരുന്നു. തിരുമുമ്പാകെ എനിക്ക് അർപ്പിക്കാൻ അതേ ഉള്ളൂ, അനുതാപത്തിൻ്റെ 2 തുള്ളി കണ്ണീര് മാത്രം. നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് ഇരുന്ന് ചിന്തിക്കുമോ? വന്നുപോയ പാവങ്ങളെ ഓർത്ത് അനുദപിക്കുമോ? പാപം ക്ഷമിച്ചു തരുന്ന ക്രിസ്തുവിൻ്റെ അത്ഭുത കൃപ നിങ്ങൾ വിശ്വസിക്കുമോ? ഇപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തീരുമാനമുണ്ടെങ്കിൽ, ഇനിമേൽ പുതിയ മനുഷ്യനായി ജീവിക്കും നിങ്ങൾക്ക് തീരുമാനമുണ്ടെങ്കിൽ, ഇനിമേൽ കർത്താവേ, ഞാൻ പാപത്തിന് എന്നിൽ ഇടം കൊടുക്കുകയില്ല എന്ന് നിങ്ങൾക്ക് തീരുമാനമുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ ആ തീരുമാനം നിങ്ങൾക്ക് ഉറപ്പിക്കാം. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് പറയാം, യേശുവേ, ഇന്നു മുതൽ ഞാനൊരു പുതിയ മനുഷ്യൻ. നിങ്ങൾക്കിപ്പോൾ ദൈവത്തോട് പറയാം, യേശുവേ, ഇന്നു മുതൽ ഞാനൊരു പുതിയ സൃഷ്ടി. നിങ്ങൾക്കിപ്പോൾ ദൈവത്തോട് പറയാം, എൻ്റെ യേശുവേ, എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു തരണമേ. എൻ്റെ എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ ക്ഷമിച്ചു തരണമേ. എൻ്റെ പ്രവൃത്തിയിലെ പാപങ്ങൾ ക്ഷമിച്ചു തരണമേ. എൻ്റെ വാക്കിലെ പാപങ്ങൾ ക്ഷമിച്ചു തരണമേ. എൻ്റെ ചിന്തയിലെ പാപങ്ങൾ ക്ഷമിച്ചു തരണമേ. എൻ്റെ ജീവിതം മുഴുവൻ പാപമായി പോയല്ലോ കർത്താവേ, എനിക്ക് ക്ഷമിച്ചു തരണമേ. ദാവീദിന് പാപമോചനം കൊടുത്ത ദൈവമേ, ദാവീദിൻ്റെ ജീവിതത്തിൽ അന്ധകാരം വന്നപ്പോൾ അനുതാപം കൊണ്ട് അന്ധകാരത്തെ മാറ്റി ദാവീദിന് പാപക്ഷമയാകുന്ന വെളിച്ചം കൊടുത്ത ദൈവമേ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കണമേ, എനിക്ക് പാപമോചനം തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? പാപക്ഷമ തരാൻ യേശു വന്നിട്ടുണ്ട്, പാപമോചനം തരാൻ യേശു വന്നിട്ടുണ്ട്. യേശു ഇതാ തൻ്റെ കൈകൾ വിടർത്തിക്കൊണ്ട് നിങ്ങളുടെ അരികത്തോട് നടക്കുകയാണ്. ആ ആണിപ്പാളുടെ കരം ഉയർത്തിക്കൊണ്ട് യേശു നിങ്ങളുടെ അരികത്തോട് വരികയാണ്. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ തലമേൽ യേശുവിൻ്റെ കരം വരും. മകനെ, നീ വിശ്വസിക്കുക.
വിശ്വസിക്കൂ. നിൻ്റെ ജീവിതത്തിലെ കേടുകൾ കർത്താവ് മാറ്റിത്തരും. നിൻ്റെ ജീവിതത്തിലെ കെടുതികൾ കർത്താവ് മാറ്റിത്തരും. മകളെ, നിൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി പാപം കർത്താവ് ക്ഷമിച്ചു തരും. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പൊക്കി നിന്നെ ശുദ്ധീകരിക്കും. കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങളെല്ലാം കഴുകുന്ന, കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങളെ ക്ഷമിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തം ഇപ്പോൾ നിങ്ങളുടെ മേൽ തളിക്കട്ടെ. ആ തിരുരക്തം തളിക്കുമ്പോൾ നിങ്ങളുടെ പാപങ്ങൾ കഴുകിപ്പോകട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ ബാധകൾ മാറിപ്പോകട്ടെ, അന്ധകാര ശക്തി ഇളകി മാറട്ടെ, ദുഷ്ടപിശാചികൾ വിട്ടുപോകട്ടെ, പൈശാചിക സേനകൾ വിഭ്രമിച്ച് അകലട്ടെ. യേശുക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളുടെ മേൽ തളിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ രോഗസൗഖ്യം ഇറങ്ങി വരട്ടെ. അനേക അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ. അതിശീഘ്രമായ അനുഭവം പ്രാപിക്കട്ടെ. സ്വർഗ്ഗം നിങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ. സ്വർഗീയ കൃപകൾ നിങ്ങളുടെ മേൽ വന്ന് നിങ്ങളെ ആവസിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വന്ന് പൊതിയട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ ആവരണം ചെയ്യട്ടെ. ദൈവത്തിൻ്റെ രക്തം നിങ്ങളുടെ മേൽ തളിച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. തീരുമാനമെടുത്തവർക്ക് പാലിക്കാനുള്ള കൃപ നൽകണമേ കർത്താവേ. രക്തത്താൽ അവിടുന്ന് കഴുകണമേ, വെടിപ്പാക്കണമേ, പാപക്ഷമ നൽകണമേ. പൈശാചിക സൈന്യങ്ങളുടെ അന്ധകാര ശക്തികൾ വിട്ടുപോകുവാൻ ഇടയാക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വേണ്ടി ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.